നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മലയോര ഹൈവേ രണ്ടാം റീച്ചിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 80 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ. മലയോര ഹൈവേ നിർമ്മാണ സ്തംഭനത്തിനെതിരെ പാണഞ്ചേരി മണ്ഡലം INTUC കമ്മിറ്റി പ്രതിഷേധ ശയനം സംഘടിപ്പിച്ചു. KPCC ആഹ്വാനപ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ജില്ലാ ജനറൽ ആശുപത്രിയിലെ 10 ഡയാലിസിസ് മെഷീനുകളും പ്രവർത്തിക്കുന്നില്ല. രോഗികൾ RMOയെ ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. മലയോര ഹൈവേ രണ്ടാം റീച്ചിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 80 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ. ഒല്ലൂർ മണ്ഡലത്തിലെ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്തിലെ വിലങ്ങന്നൂർ മുതൽ പുളിഞ്ചോട് വരെയുള്ള 10 കിലോമീറ്റർ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി കിഫ്ബി 80 ലക്ഷം രൂപ അനുവദിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രിയും ഒല്ലൂർ MLAയുമായ കെ രാജൻ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ ചെറിയൊരു ഭാഗം ഒഴികെയുള്ള റോഡ് പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിൽ വരുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് മലയോര ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്തതിനാൽ പഞ്ചായത്തുകൾക്ക് തനതായ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് കഴിഞ്ഞിരുന്നില്ല. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി സാമ്പത്തിക അനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചിരുന്നുവെങ്കിലും ഭൂമി വിട്ടു നൽകാനുള്ള സമ്മതപത്രം ലഭിക്കാത്തത് മൂലം നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പ്രത്യേകമായ തുക അനുവദിക്കണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടത്. കിഫ്ബി 80 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചു. മലയോര ഹൈവേയുടെ 1ാം ഘട്ട റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 2ാം റീച്ചിനു വേണ്ടിയുള്ള ഭൂമി വിട്ടു നൽകുന്ന സമ്മതപത്രം പ്രദേശവാസികൾ നൽകി വരികയാണ്. മുഴുവൻ സമ്മതപത്രവും ലഭിച്ചു കഴിഞ്ഞാൽ 2ാം റീച്ചിന്റെയും ഹൈവേ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. വിലങ്ങന്നൂർ മുതൽ പട്ടിക്കാട് PC റോഡ് ജംഗ്ഷൻ വരെയുള്ള 5.5 കിലോമീറ്റർ മലയോര ഹൈവേയുടെ നിർമ്മാണ സ്തംഭനത്തിനെതിരെ പാണഞ്ചേരി മണ്ഡലം INTUC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PC റോഡ് ജംഗ്ഷനിൽ പ്രതീകാത്മക പ്രതിഷേധ ശയന പ്രദക്ഷിണം സംഘടിപ്പിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം KC അഭിലാഷ് സമരം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം തുടങ്ങി 20 മാസമായിട്ടും എങ്ങും എത്താത്ത തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ പീച്ചി ഡാമിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് മന്ത്രി കെ രാജൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും അല്ലാത്തപക്ഷം മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. നിയോജക മണ്ഡലം സെക്രട്ടറി ബാബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ്, പഞ്ചായത്ത് അംഗങ്ങളായ സുശീല രാജൻ, ഷൈജു കുര്യൻ, CS ശ്രീജു, KM പൗലോസ്, ബിന്ദു ബിജു, VB ചന്ദ്രൻ, തങ്കായി കുര്യൻ, ഓമന ശങ്കർ, AC മത്തായി, TV ജോൺ, ജോസ് മൈനാട്ടിൽ, അജു തോമസ്, രാജു കാവ്യത്ത്, ബിജു ഇടപ്പാറ, സജു വിലങ്ങന്നൂർ, സുലൈമാൻ ആൽപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാനകളുടെ അപാകതകൾ പരിഹരിക്കുക, പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, റോഡ് നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. 15,000 വർദ്ധിപ്പിച്ചാലും അത് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഗുണകരമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കണ്ണാറയിലുള്ള ബനാന ഹണി പാർക്ക് രാജൻ വലിയ കുട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കണ്ണാറയിൽ നിന്നും മൂർക്കനിക്കര വഴി നടത്തിറക്കി പോകുന്ന റോഡ് 49 കോടി രൂപയാണ് അനുവദിച്ചത്. ഒരു കല്ല് പോലും ഇടുന്നതിന് ഇന്ന് വരെ കെ രാജന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ ഡാമിലേക്ക് കൊണ്ടുവരുന്നതിന് മഹിമ മലയോര മഹോത്സവത്തിന് നേതൃത്വം നൽകിയത് MP വിൻസെന്റ് MLA ആയിരിക്കുമ്പോഴാണ്. അതിനുശേഷം ഇന്ന് വരെ ആ ഡാമിന്റെ വികസനത്തിന് വേണ്ടി ഒരു ഫണ്ട് അനുവദിക്കുന്നതിന്, ആ ഡാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് കെ രാജന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ 1.5 മാസം മുമ്പ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത്
ഒരു മഴ പെയ്തപ്പോൾ ഡാം തുറക്കാൻ വൈകിയതിന്റെ പേരിൽ 8 മണിക്കൂറിനുള്ളിൽ 3 ഇഞ്ചിൽ നിന്നും 72 ഇഞ്ചിലേക്ക് ഡാം. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനായി സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോഗം വിളിച്ചു ചേർത്തു. തൃശൂർ, ചാലക്കുടി, വാഴച്ചാൽ മേഖലകളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചുള്ള അലർട്ട് നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ സാധ്യതയും യോഗം ചർച്ച ചെയ്തു. കൃഷി വകുപ്പിൽ നിന്നും RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ഫോറസ്റ്റ് ഡിവിഷനുകളിലെ കൃഷി മേഖലയിലേക്കുള്ള മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായി സോളാർ ഫെൻസിംഗ് ഒരുക്കുന്നതിനായി 153.3 ലക്ഷം രൂപ ഒന്നാം ഘട്ടമായി അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് വനം വകുപ്പിന് നിർദ്ദേശം നൽകി. വനം വകുപ്പിനോടൊപ്പം തദ്ദേശ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ സമിതി രൂപീകരിച്ച് സോളാർ ഫെൻസിംഗിന്റെ മേൽനോട്ട ചുമതല ഏറ്റെടുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ADM T മുരളി, DFOമാരായ M വെങ്കിടേശ്വരൻ, R ലക്ഷ്മി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിലക്കയറ്റം നിയന്ത്രിക്കുക, മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തറയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. പ്രകടനത്തിന് ശേഷം നടത്തിയ പ്രതിഷേധ യോഗം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ML ബേബി, TK ശശികുമാർ, വാസു പോലുവിളപ്പിൽ, ജിത് ചാക്കോ, റോണി കുര്യൻ, ഷേർലി മോഹൻ, മിനി വിനോദ്, TV ഗോപിനാഥൻ, ഉണ്ണി കൊച്ചുപുരക്കൽ തുടങ്ങിയവർ പരിപാടിയിൽ പ്രസംഗിച്ചു. ശ്രീരാഗ്, ശരത്, മിഥുൻ മാധവൻ, ജിതിൻ ജോയ്, ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. KPCCയുടെ ആഹ്വാനപ്രകാരം മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതീകാത്മകമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജേസൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ വർഗീസ് വാഗേൽ, PV ഹസനാർ, സേവാദൾ ജില്ലാ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ സണ്ണി മാരിയിൽ, പ്രകാശൻ മങ്കര, മോഹനൻ കരുമത്ര, യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജോഷി കല്ലിയൽ, അനൂപ് തോമസ്, ബൈജു ഗുണ്ടുകാട്, സെബിൻ നെടുമ്പള്ളി, വാസുദേവൻ മങ്കര, ബിജു KA, NA ചാക്കോ, വിഷ്ണു ഇലഞ്ഞിക്കൽ, ജോയ് TD, രാമൻ തെക്കുംകര തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം കൈമാറി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. 100 ഡയാലിസിസ് ചെയ്യുന്നതിനാവശ്യമായ 50,000 രൂപയുടെ ചെക്ക് സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചുവിന് നൽകിക്കൊണ്ട് മുൻ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ഷിജു വെളിയത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജോ കൊച്ചുപുരക്കൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് നടക്കുന്നില്ല. 10 മെഷീനുകളിൽ 10 എണ്ണവും കാലാവധി കഴിഞ്ഞു. ഡയാലിസിസ് രോഗികൾ RMOയെ ഉപരോധിച്ചു. ചികിത്സിക്കാനാകുന്നില്ലെങ്കിൽ തങ്ങളെ ദയാവധം ചെയ്തു തരണമെന്ന് രോഗികൾ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ അധീനതയിലുള്ള തൃശൂർ ജനറൽ ആശുപത്രിയിലാണ് ഡയാലിസിസ് രോഗികൾ ബുദ്ധിമുട്ടിലായത്. രാവിലെ രോഗികൾ കൂട്ടത്തോടെ വന്ന് ആശുപത്രി RMOയെയും സൂപ്രണ്ടിനെയും ഉപരോധിച്ചു. സൂപ്രണ്ട് ഇല്ലാത്തതിനാൽ RMOയുടെ ഓഫീസിൽ രോഗികൾ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു.
ഏറ്റവും നല്ല രീതിയിൽ ഡയാലിസിസ് നടന്നു വന്നിരുന്ന ഹോസ്പിറ്റലാണ് തൃശൂർ ജനറൽ ആശുപത്രി. എന്നാൽ കഴിഞ്ഞ 10 മാസത്തോളമായി മെഷീനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. കാലാവധി പൂർത്തിയായ എല്ലാ മെഷീനുകളും ഒരുമിച്ച് പ്രവർത്തനരഹിതമായി. ഇതോടെയാണ് രോഗികൾ വലഞ്ഞത്. ചികിത്സിക്കാനാകുന്നില്ലെങ്കിൽ തങ്ങളെ ദയാവധം ചെയ്തു തരണമെന്നാണ് രോഗികൾ ആവശ്യപ്പെട്ടത്. തുടർന്ന് രോഗികളും ആശുപത്രി അധികൃതരും തൃശൂർ കോർപ്പറേഷൻ അധികൃതരും ചേർന്ന് നടന്ന ചർച്ചയിൽ മെഷീനുകൾ 4 എണ്ണം വ്യാഴാഴ്ച തന്നെ കൊണ്ടുവരാമെന്ന് ഉറപ്പു നൽകി. രോഗികൾക്കുള്ള ചികിത്സ വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്നും അറിയിച്ചു. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ച് രോഗികൾ മടങ്ങിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷാജൻ, ഡെപ്യൂട്ടി മേയർ റോസ്ലി എന്നിവരും BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, ആശുപത്രി അധികൃതർ എന്നിവരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. രോഗികൾക്ക് വേണ്ടിയാണ് രഘുനാഥ് സി മേനോൻ ചർച്ചയിൽ പങ്കെടുത്തത്. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ 11 വർഷമായി ഡയാലിസിസ് ചെയ്യണ പേഷ്യൻസ് പലരുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ 32 ആൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മെഷീനൊന്നും ശരിയില്ല. ഒന്നിലൂടെ വരുമ്പം വെള്ളമില്ല, പൈപ്പ് പൊട്ടി വെള്ളമില്ല, അല്ലെങ്കിൽ മെഷീൻ കേട്, നിങ്ങൾ വേറെ എവിടെ പോയി ചെയ്തോന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ആൾക്കാർ 10-16 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ സ്ഥിരം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഒരു ഡയാലിസിസ് ട്യൂബ് എടുത്ത് തന്നുകൊണ്ട് വേറെ എവിടെയും പോയി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം? വേറൊരു ആശുപത്രിയിൽ പോയി നമ്മൾ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒരു 7000 രൂപയെങ്കിലും ചുരുങ്ങിയത് വേണം ഒരു ഡയാലിസിസ് അവിടെ ചെയ്യാൻ. കാരണം വേറെ ഒന്നുമല്ല, പല ടെസ്റ്റുകളും നടത്താണ്ട് അവർ നമ്മളവിടെ എടുക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ മറ്റൊരു ആൾക്കാർ ആരെയും തരുന്ന സഹായം കൊണ്ട് വണ്ടിക്കൂലിയും കൊണ്ട് ഇവിടെ വന്ന് കഷ്ടി വണ്ടി കാശ് എങ്ങനെയും 500 ഒപ്പിച്ച് ഇവിടെ വന്ന് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇവർ ഡയാലിസിന് രൂപ കൊടുത്ത് തന്നുകൊണ്ട് ഇവർ വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പറ്റും? 10 മാസമായി ഈ സൂപ്രണ്ട് ഞങ്ങളെ പറ്റിയിരുന്നു. അതായത് മിഷൻ വന്നു കിടക്കണം. നാളെ വരും, മറ്റന്നാൾ വരും, നാളെ വരും, 10 മാസം. ഇന്നിപ്പോൾ അങ്ങനെ വിളിച്ചിരിക്കുക ഞങ്ങൾ ഈ ഇതുണ്ടാവും. പലരും ഓരോരുത്തരും ഞങ്ങളുടെ ഈ ഡയാലിസിസുകാരുടെ കാല് നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ഈ പറയുന്നത് ഭയങ്കര നീരായിട്ട് വന്നിരുന്ന ആൾക്കാരാണ് പലരും. ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ എനിക്ക് വരാനില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ഞങ്ങൾ ഒന്നിലെ ഞങ്ങളെ ഇവർ ദയാവധം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് ചെയ്ത് ഞങ്ങളുടെ കൊന്നു തരാം. അതല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നത്. അതോർത്ത് അതിനുള്ളൊരു സഹായം ഇവർ ഞങ്ങൾക്ക് ചെയ്തു തരാം. ഇതല്ലാതെ വേറെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും ഇല്ല, ആഗ്രഹങ്ങളും ഇല്ല. കാരണം ഒരു കിഡ്നി പേഷ്യൻസിന് ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കില്ല. എത്രയും പെട്ടെന്ന് 6 അടി മണ്ണിലേക്ക് പോവാം, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് സന്തോഷപരമായിട്ട് പോകാനായിട്ട് ഇവർ പറഞ്ഞയച്ചാൽ നല്ലതാണ്. കഷ്ടപ്പെടുത്തണം. ഡയാലിസിസ് നടക്കണില്ല എന്നല്ല പറയുന്നത്. 6 മെഷീനുള്ളൂ. മിഷൻ അപ്പൊ ഈ ഒരാൾക്ക് 3 ഡയാലിസിസ് ആഴ്ചയിൽ ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ ഒരു ഡയാലിസിലേക്ക് അയച്ചു ചുരുക്കി. വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഗതികളിലേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട ഡയാലിസിസ് ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ ചെയ്യേണ്ട ഡയാലിസിസ് മറ്റന്നാൾ ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആള് ശ്വാസം മുട്ടും, ഭയങ്കര ഔഷധിയാവും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് പുത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂർ പൂരം അലങ്കോലമാക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക, വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൂരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പന്തംകുളത്തി പ്രകടനത്തിന് ശേഷം നടത്തിയ യോഗം DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. UDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ജോണി ചെറിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നന്ദൻ കുന്നത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റെജിൻ ജോർജ്, VV മുരളീധരൻ, ഷാജു തൊമ്മന എന്നിവർ പ്രസംഗിച്ചു. മാഫിയ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം മാടകത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐശ്വര്യ നഗർ മുതൽ താണിക്കുടം സെന്റർ വരെ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്യത്ത് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ TS മനോജ് കുമാർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് UY അബ്രഹാം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധനീഷ് K ദാസ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അബ്രഹാം LC, സേവാദൾ മണ്ഡലം ചെയർമാൻ സന്തോഷ് കുമാർ TB, ബ്ലോക്ക് സെക്രട്ടറിമാരായ AK ഉണ്ണികൃഷ്ണൻ, KR വത്സരാജ്, KSSPA മണ്ഡലം വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ, KK സത്യൻ, അമിത്, CV ദേവസി, PV ചാക്കോ, ഷാജി, ഹനീഷ് PH, സുജിത് VC, ഉണ്ണി മടത്തിലാകയിൽ, ലിയോ മാർട്ടിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേള.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട് പ്രളയമുണ്ടാക്കിയ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷക കോൺഗ്രസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പീച്ചി ഡാം കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. കൃഷി നശിപ്പിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകണം. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ്, വന്യമൃഗശല്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനയ്ക്കെതിരെ ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 12 വ്യാഴാഴ്ച വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഒല്ലൂർ സെന്ററിൽ വെച്ച് കർഷക സായാഹ്ന ധർണ നടത്തുന്നു. ഒല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് PN വാസുദേവൻ അധ്യക്ഷത വഹിക്കും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്യും. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിൻസൺ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, DCC മെമ്പർ KC അഭിലാഷ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ റോയ് കെ ദേവസി, മിനി വിനോദ്, UDF ഒല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത്, മുൻ ചെയർമാൻ VV മുരളീധരൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ്സൺ എന്നിവർ പ്രസംഗിക്കും. കോൺഗ്രസിന്റെയും കർഷക കോൺഗ്രസിന്റെയും എല്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണം വിപണന മേള പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തും വാണിയമ്പാറയിലും സെപ്റ്റംബർ 11 പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഉഷ മോഹൻ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ആദ്യ വിൽപ്പന നടത്തി. വിഷരഹിത പച്ചക്കറികളും കലർപ്പില്ലാത്ത ഭക്ഷ്യവസ്തുക്കളും ജനങ്ങളിലേക്ക് ന്യായമായ വിലക്കെത്തിക്കാൻ കുടുംബശ്രീ സെപ്റ്റംബർ 11 മുതൽ 14 വരെ 2 മേള നടത്തുന്നുണ്ട്.
പ്രദേശങ്ങളിലും പരമാവധി സ്ഥലത്ത് ഈ പച്ചക്കറികൾ ഓണത്തിന് ഏറ്റവും അധികം വില കൂടുന്നതും ഏറ്റവും അധികം ആളുകൾക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള സാധനമാണ് പച്ചക്കറികളും കായ്ക്കൊലയും. ആ ഐറ്റംസ് എല്ലാം നിരത്തിക്കൊണ്ട് കുടുംബശ്രീ ഇവിടുത്തെ ആളുകളെ ഓണം ആഘോഷിക്കുന്നതിന് കുറഞ്ഞ ചെലവിൽ പച്ചക്കറി ലഭ്യമാക്കുന്ന ഒരു ഓണച്ചന്തയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ സന്തോഷപൂർവ്വം പാണഞ്ചേരിയിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഓണച്ചന്ത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ നിർത്തുന്നു. ഒല്ലൂർ ഭവന നിർമ്മാണ സഹകരണ സംഘം വെട്ടുകാട് ചെറുകുന്നിൽ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടുകളുടെ ഉദ്ഘാടനവും താക്കോൽദാന കർമ്മവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വീടുകളുടെ കൈമാറ്റ ചടങ്ങിന്റെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജുബി ടി കുര്യാക്കോസും താക്കോൽദാനം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സത്യനാഥും നിർവഹിക്കും. 4 വീടുകളുടെ ഉദ്ഘാടനമാണ് നടക്കുകയെന്ന് സംഘം ഭാരവാഹികളായ ശശി പോട്ടയിൽ, ജേക്കബ് അക്കര, UK സദാനന്ദൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ യോഗത്തിൽ MU മുത്തു അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ NS നൌഷാദ്, ഭാസ്കരൻ K മാധവൻ, ജോണി അരിമ്പൂർ, ബേബി പാലോലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VV ജോബി, NM ചന്ദ്രൻ, PV ഹരിദാസ്, സഫിയ നിഷാദ്, സുമേഷ് മുല്ലക്കര എന്നിവർ നേതൃത്വം നൽകി. ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം പാടെ നിഷ്ക്രിയമായി പോയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാവാം ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ജയിൽവാസത്തിന് കടന്നു പോകുന്നത്. ശിവശങ്കരൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്നും ജയിലിൽ കിടക്കുമ്പോൾ തന്നെയാണ് ഈ ഭരണകാലഘട്ടത്തിൽ രണ്ടാമത് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന്റെ ADGP ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ദല്ലാളായി RSSന് വേണ്ടി വിടുപണി ചെയ്യുന്ന സംവിധാനത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് BJPയുമായി പാലമിടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി BJPക്കാരുമായി RSSകാരുമായി സന്ധി നടത്തുന്നതിന് വേണ്ടി ചർച്ച ചെയ്യുന്ന ആളുകളായി കേരളത്തിലെ ADGP ഉൾപ്പെടെയുള്ള ആളുകള് കടന്നുപോയതിന്റെ ഭാഗമായാണ് തൃശൂർ ജില്ലയിലെ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കലക്കിയത് എന്നുള്ള ആരോപണം. പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് PC അഗ്രി ഇൻഡസ്ട്രീസ് പാർക്ക് ജൈത്രി ഉൽപ്പന്നങ്ങളുടെ ഓണം വിപണനമേള പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ബാങ്ക് പ്രസിഡന്റ് CP വില്യംസ് നിർവഹിച്ചു. മാധവൻ ചേനപ്പറമ്പിൽ ഏറ്റുവാങ്ങി. സഹകരണ ബാങ്ക് ഡയറക്ടർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ വന്ദന G പൈ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ SL അജിത് കുമാർ നന്ദിയും പറഞ്ഞു. ഈ വർഷത്തെ കേരളത്തിലെ ഓണാഘോഷം ആളുകളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഒല്ലൂർ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള സപ്ലൈകോ ഓണം ഫെയർ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിക്കാട് സപ്ലൈകോ ബ്രാഞ്ചിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. സബ്സിഡി നിരക്കിലുള്ള എല്ലാ പലചരക്ക് സാധനങ്ങളും വീട്ടാവശ്യത്തിനുള്ള എല്ലാ വസ്തുക്കളും സപ്ലൈകോയിൽ ലഭ്യമാണ്. ഇന്നിവിടെ പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് മാതൃകാപരമായിട്ട് നടത്തുന്ന അഗ്രി ഇൻഡസ്ട്രിയിൽ വ്യവസായ സ്ഥാപനത്തിൽ നിർമ്മിച്ചെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചും ഓണത്തിന് ആവശ്യമായിട്ടുള്ള
ഫ്യൂച്ചർ ഫിലിംസിന്റെ ബാനറിൽ നവാഗതനായ എമേഴ്സൺ ഡേവിസ് സംവിധാനം ചെയ്യുന്ന പൂർണ്ണമായും ആപ്പിൾ ഐഫോണിൽ ചിത്രീകരണത്തിനൊരുങ്ങുന്ന ദ ബ്ലൈൻഡ് ഐ എന്ന സിനിമയ്ക്ക് മലയാള സിനിമാ മേഖലയുടെ എല്ലാവിധ സഹകരണം പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരത്തിലുള്ള സിനിമകൾ മലയാള സിനിമയിൽ മുൻപും സംഭവിച്ചിട്ടുണ്ട്. കൂടുതലും പുതിയ തലമുറയ്ക്ക് മുന്നിൽ സിനിമയുടെ സാധ്യതകൾ തുറന്നുകൊടുക്കുന്ന ഒരു ചിത്രമായിരിക്കും ദി ബ്ലൈൻഡ് ഐ. ഈ സിനിമയെ വെബ് സീരീസ് പാറ്റേണിൽ ചിത്രീകരിക്കാനാണ് സംവിധായകൻ ശ്രമിക്കുന്നത്. ഈ സിനിമയുടെ ഭാഗമാകാൻ താല്പര്യം ഉള്ള കലാകാരന്മാരെ ഫ്യൂച്ചർ ഫിലിംസ് തിരയുന്നു. പ്രായഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി സർവീസ് റോഡിലേക്ക് മറിഞ്ഞു. നാമക്കല്ലിൽ നിന്നും വളം കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടനെല്ലൂർ മേൽപ്പാലം ഇറങ്ങി പാലിയേക്കര ഭാഗത്തേക്ക് വരുന്നതിനിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ദേശീയപാതയും സർവീസ് റോഡും വേർതിരിക്കുന്ന ഡിവൈഡർ ഇടിച്ചു തകർത്ത ലോറി സർവീസ് റോഡിന് കുറുകെ മറിഞ്ഞു. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറി മറിഞ്ഞതോടെ വളത്തിലുണ്ടായിരുന്ന പുഴുക്കൾ സമീപത്തെ വീട്ടിലേക്ക് വ്യാപകമായി കയറിയത് വീട്ടുകാരെയും ദുരിതത്തിലാക്കി. വാഹനം മറിഞ്ഞതോടെ ഏറെ നേരം സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ഉള്ളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരിടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക്. ആശാ വർക്കേഴ്സ് യൂണിയൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റി CITU വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളാനിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ആശാ വർക്കേഴ്സ് യൂണിയൻ മണ്ണുത്തി ഏരിയ പ്രസിഡന്റ് ഗ്രേസി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. CITU മണ്ണുത്തി ഏരിയ പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ശൈലജ വിജയകുമാർ, കൃഷ്ണവേണി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂണിയൻ്റെ ഏരിയ സെക്രട്ടറി ശൈലജ, അതുപോലെ സ്വാഗതം പറഞ്ഞ കൃഷ്ണവേണി തുടങ്ങി പ്രിയപ്പെട്ട സമരസേനാ തൊഴിലാളികൾ, ഇത്തരമൊരു സമരം സംഘടിപ്പിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് എൻ്റെ സ്വാഗത പ്രാസംഗിയും അതുപോലെ തന്നെ അധ്യക്ഷ പ്രാസംഗിയും ചുരുക്കം അഭിമുഖം. ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണവേറിയം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് ₹7,000 ഓണവേറിയം നമ്മുടെ ഡിമാൻഡിൽ ഉന്നയിക്കുന്നത് മിനിമം 15,000 രൂപയ്ക്ക് ഓണവേറിയം ആകണം. ഇന്നത്തെ രാജ്യത്തെ ജീവിതചെലവനുസരിച്ച്
ഒരു കുടുംബം ജീവിക്കാൻ ആവശ്യമായ വരുമാനം എത്ര വേണമെന്ന് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഏകോപിപ്പിച്ച് നിലപാട് സ്വീകരിക്കപ്പെട്ടു. മിനിമം 26,000 രൂപയെങ്കിലും വേണം ഒരു മനുഷ്യന് ഒരു കുടുംബം ജീവിച്ച് പോകണമെങ്കിൽ. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, 2 മക്കള് അങ്ങനെയൊക്കെ അടക്കം വന്നാൽ കുടുംബം ജീവിക്കണമെങ്കിൽ മിനിമം 26,000 രൂപ വേണമെന്നാണ് ഇന്ത്യ രാജ്യത്തെ ട്രേഡ് യൂണിയൻ കമ്മിറ്റി കൂടി ആലോചിച്ച് മിനിമം വേജസ് ആഗ്രഹിക്കുന്നത്. SC/ST ഫെഡറേഷൻ കേരള 2024 സംസ്ഥാന മഹാത്മാ അയ്യങ്കാളി അവാർഡിന് അഡ്വക്കേറ്റ് സജി കെ ചെയർമാൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 17 സാഹിത്യ അക്കാദമി വൈലപ്പള്ളി ഹാളിൽ രാവിലെ 10 മണി മുതൽ നടക്കുന്ന ചടങ്ങിൽ ദിവാകരൻ മുണ്ടക്കയം അവാർഡ് സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ NA സുമേഷ്, AK സന്തോഷ്, K ജ്യോതിഷ്, KK ഷനോജ്, അജിത നാരായണൻ എന്നിവർ പങ്കെടുത്തു. പാണഞ്ചേരി പഞ്ചായത്ത് ഓണാഘോഷം പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും ആഘോഷിച്ചു. പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആസൂത്രണ സമിതി അംഗങ്ങൾ, PG പോലീസ് SI മുരളി, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഈ വർഷത്തെ ഓണാഘോഷം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്റ്റാഫും ക്ഷണിക്കപ്പെട്ട പ്രധാന വ്യക്തികളും എല്ലാവരും ചേർന്ന് ഇവിടെ ആഘോഷിക്കുകയാണ്. കേരള സർക്കാർ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നേതൃത്വത്തിൽ ഓണാഘോഷമെല്ലാം ഈ വർഷം മാറ്റിവെച്ചിരിക്കുകയാണ്, വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റ് സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കുന്നതിന് അനുമതിയും തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവിപണിയേക്കാൾ വില കുറച്ച് സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ചു നൽകുന്നതിനുള്ള സപ്ലൈകോ, കുടുംബശ്രീ, സഹകരണ സംഘങ്ങളെല്ലാം ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന കുറേ എങ്കിലും എല്ലാ പെൻഷൻകാർക്കും ഈയിടെ ലഭിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഓണം ഇത്തവണ ആഘോഷിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെപ്പോലുള്ള നിരവധി ആളുകൾ ബന്ധുക്കളത്തിന് കീഴടങ്ങിയ ഓർമ്മകൾ നൊമ്പരമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും അവരുടെ പുനരധിവാസത്തിന് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പാണഞ്ചേരി രീതിയിലുള്ള ഓണാഘോഷ പരിപാടിക്ക് എത്തിച്ചേർന്ന സ്വാഗതം പറഞ്ഞുകൊണ്ടും ഈ ഓണാഘോഷ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ഓണസദ്യയിൽ കറുമുറെ കടിക്കാൻ കൊതിയൂറും ഉപ്പേരികൾ വിപണിയിൽ സുലഭം. വർഷം മുഴുവനും ഉപ്പേരിക്ക് ആരാധകരുണ്ടെങ്കിലും ആവശ്യക്കാർ കൂടുന്നത് ഓണക്കാലത്താണ്. ഓണത്തിന്റെ രുചി വൈവിധ്യത്തിൽ മുൻപന്തിയിലാണ് വെളിച്ചെണ്ണയിൽ വറുത്തുകോരുന്ന കായ ഉപ്പേരിയുടെ സ്ഥാനം. വീടുകളിൽ ഉപ്പേരി വറുക്കുന്നത് ഓണക്കാലത്തിന്റെ ആദ്യ തയ്യാറെടുപ്പുകളിൽ ഒന്നാണ്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബേക്കറികളിലും മറ്റും ഉപ്പേരികൾ കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു. ഓണസദ്യ വിളമ്പുന്ന തൂശനിലയുടെ ഒരറ്റത്ത് ഉപ്പേരിയില്ലെങ്കിൽ സദ്യ പൂർണ്ണമാവില്ലെന്ന വിശ്വാസക്കാരാണ് മലയാളികൾ. തിരുവോണ നാളിലേക്ക് കൂടുതൽ അടുക്കുന്തോറും ഉപ്പേരി വിപണിയും സജീവമാവുകയാണ്. വറുത്തുകോരി കവറുകളിൽ നിറയ്ക്കേണ്ട താമസം മാത്രം. നിമിഷങ്ങൾക്കുള്ളിൽ വിറ്റുപോകും. ഓണം മുന്നിൽ കണ്ട് പല വ്യാപാരികളും കഴിഞ്ഞ മാസം മുതലേ ഉപ്പേരി വറവിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. മൊത്ത വിപണിയോടൊപ്പം വാഹനങ്ങളിലും മറ്റും എത്തിച്ചുള്ള ചില്ലറ വിൽപ്പനയും വഴിയോരങ്ങളിൽ പൊടി പൊടിക്കുകയാണ്. ഓണസദ്യയിൽ ഉപയോഗിക്കാനും ബന്ധുവീടുകളിലേക്ക് നൽകുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഉപ്പേരികൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഉപ്പേരി വറുക്കാൻ ആവശ്യമായ ഏത്തക്കയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിലെ മാറ്റം ഉപ്പേരി വിലയെയും ബാധിച്ചിട്ടുണ്ട്. 1 കിലോ കായവറവിന് 380 രൂപ മുതൽ ശർക്കര വരട്ടിക്ക് 400 രൂപ മുതലുമാണ് വിപണിയിലെ വില. കൂടാതെ പഴം വറവ്, 4 വെട്ട് വറവ് എന്നിവയും വിപണിയിൽ സജീവമാണ്. ഒല്ലൂർ മേഖലാ തൊഴിലാളി സംഘം കഴിഞ്ഞ 20 വർഷമായി ഓണവിപണിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓണക്കിറ്റും അതുപോലെ തന്നെ നാടൻ കായയിൽ നാടൻ വെളിച്ചെണ്ണയിൽ വറക്കുന്ന ശർക്കര വരട്ടി, 4 വെട്ട്, പഴം ഉപ്പേരി, അതേപോലെ കായുപ്പേരി അടക്കം മിതമായ നിരക്കിൽ നമ്മളിവിടെ വിറ്റുവരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച എല്ലാ സഹകാരികളും
നമ്മളോട് സഹകരിക്കണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. കട്ടിലപ്പുവം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകാംഗമായ തടത്തിൽ മാത്യു മകൻ ജിൻഡോ നിര്യാതനായി. 39 വയസ്സായിരുന്നു. സംസ്കാരം സെപ്റ്റംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 കട്ടിലപ്പുവം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര ഹൈവേ 2ാം റീച്ചിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 80 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ. മലയോര ഹൈവേ നിർമ്മാണ സ്തംഭനത്തിനെതിരെ പാണഞ്ചേരി മണ്ഡലം INTUC കമ്മിറ്റി പ്രതിഷേധ ശയനം സംഘടിപ്പിച്ചു. KPCC ആഹ്വാനപ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ജില്ലാ ജനറൽ ആശുപത്രിയിലെ 10 ഡയാലിസിസ് മെഷീനുകളും പ്രവർത്തിക്കുന്നില്ല. രോഗികൾ RMOയെ ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.